എങ്ങോട്ടാ പോണെന്നുള്ളൊരു കാര്യം വഴിയെ പറയേ. പക്ഷെ ഈ ഒരു പോക്കിന് നേതൃത്വം നൽകുന്ന ആള് നമ്മുടെ തേജു ആണ് കേട്ടോ. അവന്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് പോണത്. പിന്നെ ഇത് വിൻഷാട്ട് ഇട്ടിരിക്കുന്ന ഈ ഷൂ ഉണ്ടല്ലോ, അത് ഞാൻ വിൻഷാട്ടിന് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. നല്ല അടിപൊളി ഷൂ ആണ് കേട്ടോ. ഞാൻ ആമസോണിൽ എടുത്തിട്ടുള്ളതാണ്. ലിങ്ക് വേണവർക്ക് ഞാൻ യൂട്യൂബിൽ ഇത് റൈറ്റ് സൈഡിൽ കൊടുക്കാട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഹസ്ബൻഡിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ആ ഒരു ഷൂ. പിന്നെ നമ്മൾ പോണത് എവിടേക്കാന്ന് പറയാം. ഞങ്ങൾ പോണത് പട്ടാമ്പിക്കാണ്. പട്ടാമ്പിക്ക് വെറുതെ പോവല്ല കേട്ടോ, നല്ലൊരു ഫുഡ് കഴിക്കാനാണ് പോണത്. അതും നാടൻ ചോറും എല്ലാവിധ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് ആട്ടോ പോണത്. അപ്പൊ അതേ ലാലൂസ് കിച്ചൺ എന്നാണ് ഷോപ്പിന്റെ പേര്. പട്ടാമ്പി പാലക്കാട് റോഡിന് മൈജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഷോപ്പ് വരണത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഇൻഷാട്ടിന്റെ ഫ്രണ്ടിന്റെ ഷോപ്പും കൂടിയാണ് കേട്ടോ. അവിടുത്തെ മെനു എടുത്ത് പറയാനാണെങ്കിൽ കുറെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ഒരുവിധ എല്ലാ ഐറ്റംസും കിട്ടിയും 10-12 തരം തന്നെ മീൻ പൊരിച്ചതുണ്ട് കേട്ടോ. സദ്യ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അവിയൽ, ഉപ്പേരി, അച്ചാറ്, പപ്പടം അങ്ങനെ എല്ലാവിധ സദ്യ ഐറ്റംസും എക്സ്ട്രാ വരുന്നുണ്ട് സൈഡായിട്ട്. പിന്നെ സൈഡായിട്ട് ഇതൊരു പായസം വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ നേദിച്ച് കിട്ടില്ല അതേപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ചോറ് വിളമ്പിയപ്പോ തേജപ്പതേ കുണ്ട് ഇങ്ങനെ കുത്തി തുടങ്ങിയിട്ടുണ്ട് കൂട്ടാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേ മീൻകറി വറുത്തരച്ചതും പുളിങ്കറി വെച്ചതും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പൊ വിൻഷേട്ടൻ വറുത്തരച്ചതും പുളിങ്കറിയും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ സാമ്പാർ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലോ, ഞാൻ സാമ്പാറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ സ്പെഷ്യല് കാളാഞ്ചി മീൻ പൊരിച്ചതാണ് കേട്ടോ. പിന്നെ അതേ കൂന്തൽ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ വറവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് വറവലാട്ടത് എല്ലാം കൂടി ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ വറവൽ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മളിങ്ങനെ വരട്ടി വെക്കില്ലേ അതാണ് കേട്ടോ. അത് ഈ സൈഡിൽ വറവൽ എന്നാണ് പറയാ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് പറഞ്ഞത്. നമ്മൾ എവിടുന്നൊക്കെ എന്തൊക്കെ ഫുഡ് കഴിച്ചാലും ഇതേ ഇതുപോലെ നാടൻ ചോറും മീൻകറിയും സാമ്പാറും ഇങ്ങനത്തെ ഫുഡിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാട്ടാ. അത് എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. ഇവിടെ എനിക്ക് തോന്നിയ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കില്ല അതേ ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വെച്ച് കഴിക്കുന്ന അതേ ഒരു സെയിം ടേസ്റ്റും ആ ഒരു ടച്ച് തന്നെയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. തേജുനായാലും അതേട്ടാ ഭയങ്കര ഇഷ്ടമായിട്ടാവും. ആ കളാഞ്ചി പൊരിച്ചതില്ലേ അത് കൂട്ടിയിട്ടായിട്ട് അവൻ കഴിച്ചിരുന്നവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മീൻ പൊരിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ചിക്കൻ വറവില്ലേ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാടുന്ന്. വിൻഷേട്ടൻ പിന്നെ ബീഫിന്റെ ആളായതുകൊണ്ട് തന്നെ ബീഫ് ഫുള്ള് കഴിച്ചു തീർത്തത് വിൻഷേട്ടനായിരുന്നു. പിന്നെ നമ്മൾ ചോറിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നതും കറികളും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ചോറ് വളരെ കുറവേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്കിത് ഫാമിലി ആയിട്ട് ഫ്രീ ആയിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ തേജുവിന് ഇത് എന്താ കാട്ടണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോ ഇതേ ഇവിടുത്തെ പെയിന്റിങ്സിന്റെ അടുത്തൊക്കെ പോയിരുന്നിട്ട് ഇതേ സൈക്കിൾ ചവിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഇതേ ആ തൂക്കി പിടിച്ച സാധനമില്ലേ അതൊക്കെ വാങ്ങി അവൻ പോവാനായിട്ട് നോക്കണത്. ചിലപ്പോ വയറ് നിറച്ച് ആസ്വദിച്ച് ഫുഡ് കഴിച്ചതിന്റെ പ്രഹസനൊക്കെ ആവും. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ പട്ടാമ്പി പാലക്കാട് റോഡിന് മൈജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ലാലൂസ് കിച്ചൺ വരണത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടാ.